ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര. പ്രത്യേകത അറിയാലോ, നമ്മൾ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കും. ഈ നമ്മുടെ ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ ആണെങ്കിൽ മിക്കവാറുമുള്ള വീടുകളിലാണെങ്കിൽ ഈ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാകും കേട്ടോ. നമ്മൾ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കി തിരുവാതിരയും കളിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ വട്ടമാണെങ്കിൽ നമ്മുടെ അപ്പക്കൂട്ടനാണെങ്കിൽ പിന്നെയും പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. അപ്പം ഞങ്ങൾക്ക് ഒന്നിനും തോന്നിയില്ല, ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് കാച്ചിലും ചേനയൊക്കെ നമ്മുടെ കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും ഉണ്ടാക്കാൻ വാങ്ങിച്ച് വെച്ചതല്ലേ. അപ്പോൾ കൂട്ടിന് അമ്മുമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ശങ്കരനാണെങ്കിൽ അവിടെ കിടന്ന് അമ്മുമ്മ എന്തോ ഉണ്ടാക്കാൻ പോവാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കപ്പ, ചേന, കാച്ചിൽ, നമ്മുടെ ഏത്തയ്ക്ക, കിഴങ്ങ്, ചേമ്പ്, പിന്നെ നമ്മുടെ മുതിരയുണ്ട്, പയറുണ്ട്. മുതിരയും പയറും ഞാൻ വേവിക്കാൻ കൊണ്ടുവരുന്നേ. അപ്പോൾ അമ്മുമ്മയുണ്ടായിരുന്നു. അമ്മുമ്മ അവിടെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അമ്മുമ്മ വീഡിയോ എടുക്കണം, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം അമ്മയും അമ്മുമ്മയുടെ അതരിഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് അവർ അതരിയാണേ. അതിൻ്റെ ഇടയ്ക്ക് ശങ്കരൻ പറയുന്നുണ്ട്, അമ്മ എൻ്റെ വീഡിയോ എടുക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട്. നമ്മൾ മുറ്റത്ത് ചെറിയൊരു അടുപ്പൊക്കെ ഇട്ടിട്ട് ചെയ്യാമെന്ന് കരുതിയേ. അപ്പോൾ അമ്മയാണെങ്കിൽ വെളിയെടുത്തുകൊണ്ട് വെച്ചിട്ട് എല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകുക. രണ്ട് മൂന്ന് വട്ടം കഴുകണം കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ ചെറിയൊരു അടുപ്പൊക്കെ കൂട്ടി അതൊന്ന് വേവിക്കാൻ വെച്ചേക്കുവാണേ. എന്നിട്ട് അത് വെന്തു പിന്നെ ഊറ്റിയിട്ട് ചെറിയൊരു ഉരുളി വെച്ചിട്ട് ഇതെല്ലാം വേവിച്ചതെല്ലാം അതിലോട്ട് ആക്കുവാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയോടെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. ഇതെല്ലാം ഇളക്കി നല്ലതായിട്ട് വെച്ച് നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊരു വാഴയില വെച്ചിട്ട് നല്ലതായിട്ട് മൂടി ഒന്ന് വേവട്ടെ, ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വേവാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിന് ശങ്കരനാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കര ഡാൻസ് കളി. രണ്ട് സൈക്കിളുണ്ട്, 2 സൈക്കിളും അവന് വേണം. അതിൻ്റെ ഇടയ്ക്ക് അവന് ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ അവിടെ. അപ്പം നാളെ തൊട്ട് ശങ്കരൻ പ്ലേ സ്കൂളിൽ പോവാം. അപ്പം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൂടെ അവനുണ്ട്. അപ്പോഴത്തേന് അമ്മയാണെങ്കിൽ തേങ്ങയൊക്കെ നേരത്തെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ, വെളുത്തുള്ളി, കാന്താരി, പച്ചമുളക്, ജീരകം, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് ചതച്ചിട്ട് അതിലോട്ടിടുക. ചതച്ചിട്ട ശേഷം നമ്മുടെ വേവിച്ച് വെച്ച നമ്മുടെ പയറും മുതിര ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി സത്യം പറഞ്ഞാൽ പയറും മുതിരയും ലാസ്റ്റായിട്ട് കേട്ടോ, അങ്ങ് മറന്നുപോയായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാം ഇളക്കി ഒന്ന് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കുറച്ച് കരിവേപ്പില ഇട്ട് നല്ലതായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് കുറച്ചെടുത്ത് നമ്മൾ വിളക്കിൻ്റെ അവിടെ കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ തിരുവാതിരയല്ല, അപ്പോൾ വിളക്കിൻ്റെ അവിടെ നിന്ന് വെച്ചിട്ട് നമുക്ക് ശങ്കരന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചക്ക, കപ്പ എല്ലാം വേവിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇത് നല്ല ശങ്കരനും കഴിച്ചു, ഞാനും ടേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മളിങ്ങനൊന്നും അല്ല ചെയ്യാമെന്ന് വിചാരിച്ചേ, പറഞ്ഞല്ലോ. അപ്പോൾ കൊണ്ട് വയ്യാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര മടിയായിരുന്നു. കുഞ്ഞൊക്കെ വരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.